ഇന്നലെ യൂത്ത് കോൺഗ്രസ് KSU സമരത്തിനിടെ പ്രത്യക്ഷപ്പെട്ട ചോര നിറമുള്ള കുപ്പിയാണ് ഇന്ന് നിയമസഭയിൽ ഉയർന്നു വന്ന മറ്റൊരു പ്രശ്നം. മുഖ്യമന്ത്രിക്ക് KSUവിനെ അടിക്കാൻ കിട്ടിയ നല്ല വടിയായിരുന്നല്ലോ അത്. പോലീസിന്റെ തല്ല് കിട്ടി ചോരയൊലിപ്പിക്കുന്നു എന്ന് കാണിക്കാൻ കുട്ടി കോൺഗ്രസുകാർ മഷിക്കുപ്പിയിൽ ചോര കളറുമായി ചെന്നു എന്നാണ് മുഖ്യമന്ത്രി നിലപാട് സ്വീകരിച്ചത്. സർ, മഷിക്കുപ്പിയുമെടുത്ത് ഷർട്ടിൽ പെരട്ടി ഞങ്ങളെ ആക്രമിച്ചിരിക്കുന്നുവെന്ന് പറയാനുള്ള ലജ്ജാകരമായ നിലപാട് സ്വീകരിച്ച ഒരു കൂട്ടര്. മുഖ്യമന്ത്രി പറയും പോലെയല്ലത്രേ കാര്യങ്ങൾ. അത് MSFകാർ നേരത്തെ കൊണ്ടിട്ട മഷിക്കുപ്പിയായിരുന്നു. MSFന്റെ ഇന്നലത്തെ പരിപാടി പ്രതിഷേധ മുദ്ര എന്ന് പറഞ്ഞിട്ട് അവർ K മുരളീധരനാണ് ഉദ്ഘാടനം ചെയ്തത്. കൈമുക്കി ചുവന്ന മഷിയിൽ കൈമുക്കി എല്ലാ കളറും ഉണ്ടായിരുന്നു. അങ്ങനെ പല പല കളറുകൾ അവരിങ്ങനെ അവിടെ പതിക്കുന്നുണ്ടായിരുന്നു. K മുരളീധരനാണ് അത് ഉദ്ഘാടനം ചെയ്തത്. നല്ലൊരു MSFന്റെ നല്ല ഒരു പരിപാടിയായിരുന്നു. വിവിധ കളറുകൾ മുക്കി കൈ പതിപ്പിക്കുക എന്നുള്ളതായിരുന്നു ആ പരിപാടി. ഒരു പുതിയ പരിപാടിയായിരുന്നു. അവിടെ എങ്ങാണ്ട് ഈ ഒരു കുപ്പി മറിഞ്ഞ് വീണതിൻ്റെ പേരിൽ കുറേ പേരുടെ മേത്ത് കളർ വന്നു. അത് ചാനലുകൾക്കും തെറ്റുപറ്റിപ്പോയി. ചില ആളുകൾ അത് എന്നിട്ട് ഞങ്ങളുടെ പ്രവർത്തകർ ഒഴിച്ച് അതൊക്കെ വളരെ തെറ്റായ നടപടിയാണ്. പച്ചരക്തം ഉണ്ടാവില്ലല്ലോ, പച്ചരക്തം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അത് MSFന്റെ ഒരു പരിപാടിയായിരുന്നു. സമരങ്ങൾ ഇനിയും തുടരട്ടെ. ഇന്നത്തെ ഡെമോക്രസി പൂർത്തിയാകും മുമ്പ് പ്രധാന കുത്തിത്തിരിപ്പുകൾ ഒരിക്കൽ കൂടി. യൂത്ത് കോൺഗ്രസുകാർക്കെതിരെ വേണ്ടി വന്നാൽ പട്ടാളത്തെ തന്നെ വിളിച്ചു വരുത്തുമെന്ന് മുഖ്യമന്ത്രി. കസേരയ്ക്ക് ചുറ്റും സഖാക്കളെ നിർത്തി താൻ സ്വയം സംരക്ഷിക്കും. എന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയില്ല. നീതിയും നിയമവും നടപ്പിലാക്കാനാണ് പോലീസ്, അല്ലാതെ മൃഗങ്ങളെ പോലെ കണ്ട തോന്നിയാസം കാണിക്കാനല്ല. ഈ നാളം കെട്ട് പ്രവൃത്തി ചെയ്യാൻ താനാരാ? താൻ സംസാരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ്. നാളെ നിങ്ങൾ അധികാര കസേരയിൽ ഉണ്ടായിരിക്കും എന്നുള്ളത് എന്താണ് ഉറപ്പ്? നിർത്തണോ? ഞാൻ വ്യക്തമായി ധരിക്കുന്നത് ഇതേതോ ചാനലുകാര് വാടകയ്ക്കെടുത്തവരാണ്. എന്റെ നിലനിൽപ്പിന് വേണ്ടി വേറെ എന്താ ഞാൻ ചെയ്യേണ്ടത്? ചെയ്തത് തെറ്റായി പോയി. പക്ഷെ ഞാനൊരു മനുഷ്യനല്ലടൂ. സ്വാശ്രയ പ്രശ്നം പറഞ്ഞ് ഇനിയും സമരം നയിച്ചാൽ വിവരമറിയുമെന്ന് മുന്നറിയിപ്പ്. സഭയിൽ വാടാ പോടാ വിളികൾ. ആരെക്കാളും കേമൻ താൻ തന്നെ എന്ന് തെളിയിച്ച് മുഖ്യമന്ത്രി. പോയി അവിടെ ഇരിക്കടോ എന്നത് പിണറായി വിജയന്റെ ഇന്നത്തെ മാസ്റ്റർ പീസ്. ഒരു പിൻവലിക്കലും നടക്കാൻ പോകുന്നില്ല. അതൊന്നും നടക്കാൻ പോകുന്നില്ലടോ. പോയിട്ട് വേറെ പണി നോക്കി. നീ നുള്ളിയത് ചെവിയാടാ. ഇവന്റെ ചെവി. ഇവൻ ആരാണെന്ന് നിനക്കറിയില്ല. ഇവൻ ഇരിക്കട്ടൊരു വെയിറ്റിന്. ഞങ്ങൾ ആരാണെന്ന് ഒറ്റടത്തിനും അറിയില്ല. അട്ടക്കണ്ടേ ഇറങ്ങി പാടാ. വേറെ ആള് വരണം. പ്രതിപക്ഷ നേതാവ് താൻ തന്നെ എന്ന് രമേശ് ചെന്നിത്തല. പിണറായിക്കെതിരെ പോരാടി അത് തെളിയിക്കും. ആരോ ഒരുത്തൻ നിന്റെയൊക്കെ പിന്നിലുണ്ടെന്ന് ഊഹിച്ചിരുന്നു. എവിടെ അവൻ? വിളിക്കാലോ. പക്ഷെ ആ വിശ്വരൂപം കണ്ട് ഞെട്ടരുത്. അതേതാടാ ആ അവതാരം? അവതാരപ്പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹം എന്നാണ്. നീ പകപോക്കാണല്ലേടാ? പകയല്ല, അറപ്പാണ് എനിക്ക് എന്റെ ജീവിതം. സർ, മുഖ്യമന്ത്രി ഇത്ര തരം താഴാൻ പാടില്ല. ഇടവേള കഴിഞ്ഞ് ഇന്ദുചൂടൻ വന്നിരിക്കുന്നു. പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും. ചെന്നിത്തലയെ തോൽപ്പിക്കാൻ VM സുധീരൻ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ കുട്ടികളെ സംരക്ഷിക്കാൻ സുധീരന്റെ പോരാട്ടം. സുദിനം സുദിനം പ്രതികാരത്തിൻ സുദിനം വന്നു. തയ്യാർ. സ്വന്തം ബന്ധമെന്നൊക്കെ പറയുന്നതിന് നോമ്പ് കരത്തിൽ പൊങ്ങും കണ്ടു നിൽക്കാനാവില്ല. എന്റെ എനിക്ക് ഇന്നത്തെ ഡെമോക്രസി പൂർത്തിയാകുന്നു. നാളെ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.